സത്യം പറയല്ല, ഞാൻ മടുത്തു. കാര്യമായിട്ട് പറയാം, ഞാൻ ശരിക്കും മടുത്തു. വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനലിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 20-25 സ്മാർട്ട് വാച്ച് അൺബോക്സ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾ കണ്ടിട്ട് സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്തൊക്കെയാണ് സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സിൽ ഉണ്ടാവുന്നത്? ഒരു ചാർജർ ഉണ്ടാവും, വാച്ച് ഉണ്ടാവും, യൂസർ മാനുവൽ ഉണ്ടാവും. ഈ 3 സാധനം തന്നെയാണ് ഇതിൻ്റെ ബോക്സിലും ഉള്ളത്. ഇതിൻ്റെ ബോക്സ് എന്ന് ഉദ്ദേശിച്ചത് സെബ്രോണിക്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കിയിരിക്കുന്ന സെബ്രോണിക്സിൻ്റെ സെറ്റ് ഫിറ്റ് മീ എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സിൽ ഈ കൈ കെട്ടിയിരിക്കുന്ന സാധനം. ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട 3 കാര്യം എന്ന് പറയുന്നത്, ഒന്ന് മെറ്റൽ ബിൽഡാണ്. അതായത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ സ്പേസ് ഗ്രേ കളറിലെ ആ ഒരു മെറ്റൽ ബിൽഡാണ് ഇതിൻ്റെ കേസിങ്ങിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സ്റ്റാപ്പ് എന്ന് പറയുന്നത് വൻ വെറൈറ്റിയാണ്. പാമ്പിൻ്റെയൊക്കെ തോലില്ലേ അതേപോലെ ഇരിക്കും, പക്ഷെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ മുകളിലുള്ള ഗ്ലാസ് കുറച്ച് കേർവ്ഡ് ആണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഒരു പ്രീമിയം ലുക്കും വരുന്നുണ്ട്. നോർമലി ഈ സ്മാർട്ട് വാച്ച് എന്ന് പറയുന്ന വിൽക്കുന്ന സാധനങ്ങളെല്ലാം ഫിറ്റ്നസ് ബാൻഡാണ്. ഫിറ്റ്നസ് ബാൻഡ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്പോർട്സ് മോഡുകൾ വേണം. ഇതിനകത്ത് 14 എണ്ണം കൊടുത്തിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല എത്ര പേരാണ് ഈ സ്പോർട്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വർക്കൗട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരത്തിലുള്ള ലോ ബഡ്ജറ്റിലായിട്ടുള്ള ഫിറ്റ്നസ് ബാൻഡുകൾ മേടിക്കുന്നത് എന്ന്. എന്തായാലും സാധാരണ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും പിന്നെ എന്തായാലും വേണ്ടൊരു കാര്യമാണ് ഹാർട്ട് റേറ്റ് സെൻസർ. സത്യം പറയാം, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നിങ്ങൾ നോക്കുന്ന ഹാർട്ട് റേറ്റ് അല്ലേ? എല്ലാവരും ചെയ്യാറുണ്ട്. ഇതിൽ അതും ചെയ്യാൻ പറ്റും. കോവിഡ് വന്നേ പിന്നെ ട്രെൻഡിൽ നിൽക്കുന്ന വേറൊരു സാധനമാണ് SpO2 അഥവാ ബ്ലഡ് ഓക്സിജൻ സെൻസർ. നിങ്ങളുടെ ബ്ലഡിൽ എത്ര ഓക്സിജൻ നിന്ന് കാണിക്കുന്ന പരിപാടിയാണ് SpO2 എന്നുള്ള പേരിൽ. അതുകൊണ്ട് എല്ലാവരും എൻ്റെ കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കൂ, ശ്വാസം പുറത്തേക്ക് വിടുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഈ പരിപാടി നിങ്ങളുടെ വാച്ചിനകത്തുണ്ട്. ബ്രീത്തിങ് എക്സസൈസ്. രാവിലെ എണീക്കുമ്പോൾ മറ്റുള്ളവരെ ശല്യപ്പെടുത്താണ്ട് എണീക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലാറം വെക്കാൻ ബെസ്റ്റ് സാധനം സ്മാർട്ട് വാച്ചാണ്. വേറൊന്നുമല്ല, ഇതിനകത്ത് അലാറം വെക്കുമ്പോൾ വൈബ്രേഷൻ ആണല്ലോ അടിക്കുന്നത്. ഈ വൈബ്രേഷൻ നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് അടുത്തുള്ളവരൊന്നും എണീക്കാൻ പോകുന്നില്ല, മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവില്ല. അപ്പോൾ വൈബ്രേഷൻ പോലെയുള്ള അലാറങ്ങൾ ഇതിൽ വയ്ക്കാൻ പറ്റും. ടൈമറും സ്റ്റോപ്പ് വാച്ചും ഈ 3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പാട്ടിൻ്റെ ഒരു കാര്യം, പണ്ടൊക്കെ നമ്മൾ എങ്ങനെയാണ് പാട്ട് കേട്ടത്? എൻ്റെ ഓർമ്മയിൽ പണ്ടത്തെ എനിക്കൊരു MP3 പ്ലെയർ ഉണ്ടായി. ഇത്രയും ഒരു ഫോണിൻ്റെ സൈസിലുള്ള. അതിനകത്ത് നമ്മൾ മെമ്മറി കാർഡ് ഇട്ടിട്ട് നമ്മളത് ഈ പാട്ട് കേൾക്കുമായിരുന്നു. ഇയർഫോണൊക്കെ കുത്തിയിട്ട് അതിനകത്ത് തന്നെ ഒരു സ്പീക്കറൊക്കെ ഉണ്ടായി. അപ്പോൾ അതിലിങ്ങനെ ബട്ടൺ ഉണ്ടാകും, നെക്സ്റ്റ് പ്രീവിയസ് ഒക്കെ. അതിനുശേഷം മൊബൈൽ വന്നപ്പോൾ പിന്നെ മൊബൈലിലായി കുത്തൽ നെക്സ്റ്റും പ്രീവിയസും. അത് കഴിഞ്ഞ് ഇയർഫോൺ വന്നപ്പോൾ ഇയർഫോണിലുള്ള ബട്ടൺ വെച്ചിട്ട് പാട്ട് മാറ്റലായി. പിന്നെ ഇപ്പം നമുക്ക് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ട്രൂ വയർലെസ്സിലൊക്കെ ഇങ്ങനെ 2 പ്രാവശ്യം തട്ടുക 1 പ്രാവശ്യം തട്ടുക എന്നൊക്കെ പറഞ്ഞ് പാട്ട് മാറ്റലായി. ഇപ്പോൾ അതേ നമ്മുടെ വാച്ചിനകത്ത് പാട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയോ മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ആ സംഭവം ഇതിനകത്തുണ്ട്. എത്ര പേരാണ് വാച്ചിനകത്ത് പാട്ട് മാറ്റുന്നതെന്ന് അറിയില്ല. വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഓടുന്ന സമയത്തൊക്കെ പാട്ട് മാറ്റാൻ നമുക്ക് ഇതിനകത്ത് ഞെക്കാം. ഇവിടെ ഞെക്കുന്നതിന് വരെ ഇവിടെ ഞെക്കാം. ആ പരിപാടി ഇതിനകത്തുണ്ട്. പക്ഷെ എന്നെ വിഷമിപ്പിച്ചൊരു കാര്യമുണ്ട്, സ്ക്രീൻ മോശമൊന്നുമല്ല, നല്ല റെസൊല്യൂഷനുള്ളതാണ്. എൻ്റെ സ്വന്തം ഫോട്ടോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇതേ കണ്ടില്ലേ? നല്ല ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ കുട്ടിയായിപ്പോയി. ലേശം സ്ക്വയർ ഷേപ്പിലാണ്, കുട്ടിയായിപ്പോയി. അതായത് പുറത്തുനിന്ന് കാണുന്ന ഒരു ആകൃതി സ്ക്രീനില്ല. പക്ഷേ അത്യാവശ്യം ബ്രൈറ്റ് ആയിട്ടുള്ള സ്ക്രീനാണ്. 5 ബ്രൈറ്റ്നസ് ലെവൽ ഇതിനകത്തുണ്ട്. ഇനി ബാറ്ററി കമ്പനി 7 ദിവസം പറയുന്നുണ്ട്, അറിയാമല്ലോ. കമ്പനി 7 ദിവസം പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് കിട്ടുന്നത് 5 ദിവസം. ഞാൻ നോക്കിയിട്ട് 5 ദിവസം കഷ്ടി കേട്ടോ. 4-5 ദിവസം വെച്ചോ ബാറ്ററി നിൽക്കും. ഇതൊക്കെ നമ്മൾ 24/7 ഹാർട്ട് റേറ്റ് ഒക്കെ ഓൺ ആക്കിയിരിക്കുമ്പോഴാണ് 5 ദിവസം. പിന്നെ ബ്ലൂടൂത്ത് ആയിട്ട് എപ്പോഴും ഫോൺ കണക്ട് ചെയ്ത് ചറപറ നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന കൂട്ടത്തിലുള്ളവരാണെങ്കിലാണ് ഈ ഒരു 4-5 ദിവസം. നോർമലി സമയം നോക്കാൻ മാത്രം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഒരു വാച്ച് പോലെയാണ് സ്മാർട്ട് വാച്ച് ഉപയോഗിക്കുന്നതെങ്കിൽ 10 ദിവസമൊക്കെ സുഖമായിട്ട് നിൽക്കും. അയ്യോ, കഴിഞ്ഞ ദിവസം കമൻറ്റ് ബോക്സ് ഒരാളെ ചോദിച്ചിട്ടുണ്ടായി, ചേട്ടാ എനിക്ക് കോളിംഗ് ഫംഗ്ഷനുള്ള നീന്താൻ പറ്റുന്ന സ്മാർട്ട് വാച്ച് വേണമെന്ന്. എന്തായാലും കോളിംഗ് ഫംഗ്ഷൻ ഇതിനകത്തില്ല, പക്ഷെ നീന്താൻ പറ്റും. IP68 വാട്ടർ പ്രൂഫിംഗ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. ചേട്ടാ എന്തൊക്കെ തരം നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് വരും? എല്ലാം വരും. ഇവിടെ ഗൂഗിൾ മീറ്റ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ചവർ എല്ലാ നോട്ടിഫിക്കേഷൻ ഇതിനകത്ത് വരും. നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം തൊട്ടാൽ വിശദമായിട്ടും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഫോൺ വന്നാൽ ഇതിനകത്ത് കാണിക്കും. കട്ട് ചെയ്യാം, മ്യൂട്ട് ചെയ്യാം, എടുക്കാൻ പറ്റില്ല, സ്പീക്കറില്ല, മൈക്രോഫോണില്ല, എടുത്ത് സംസാരിക്കാൻ പറ്റില്ല, കാണാൻ മാത്രമേ പറ്റുള്ളൂ. പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല, വാച്ച് ഫേസുകൾ ഇതിനകത്ത് കണ്ടമാനമുണ്ട്. ഇതിൻ്റെ വാച്ച് ഫേസ് കിടക്കുന്ന ആപ്ലിക്കേഷൻ ഒരു വെരിഫിറ്റ് എന്നാണ്. വെരിഫിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനകത്താണ് ഇതിനകത്ത് കുറേ വാച്ച് ഫേസുകൾ കാണുന്നുണ്ട്. ചിലപ്പോൾ മറ്റ് കമ്പനികളുടെ വാച്ചുകളിലുള്ള വാച്ച് ഫേസുകളൊക്കെ ഇതിനകത്ത് കണ്ട് എന്നിരിക്കാം. എല്ലാം ഒരേ സെർവറിൽ നിന്നായിരിക്കാം വരുന്നത്. അങ്ങനത്തെ വാച്ച് ഫേസുകളുണ്ട്. സ്വന്തം ഫോട്ടോ വാച്ച് ഫേസ് ആയിട്ടിടാം. ചില ആൾക്കാർക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട് കേട്ടോ. സ്വന്തം ഫോട്ടോ ഫോണിൽ വാൾപേപ്പർ ആയിട്ടിടാം, സ്വന്തം ഫോട്ടോ കമ്പ്യൂട്ടർ വാൾപേപ്പർ ആയിട്ടിടാം, സ്വന്തം ഫോട്ടോ വാച്ചിനകത്തിടാം. അത്തരത്തിൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതും ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് പ്രൈസിന് വേണ്ടിയിട്ടല്ലേ. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പ്രൈസ് 4,999 രൂപ. വീഡിയോ ഇട്ടിട്ട് പോവല്ലേ 2,799 രൂപയ്ക്കാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഈ സാധനം എടുത്തത്. ഫ്ലിപ്കാർട്ടിനകത്തുണ്ട് 2,799 രൂപ. സെയിൽ ടൈമിൽ 2,500 രൂപ താഴെ വന്നതും ഞാൻ കണ്ടായിരുന്നു. ഈ പ്രൈസിൽ എന്തുകൊണ്ട് മേടിക്കണം എന്ന് വെച്ചാൽ
ബിൽഡ് ക്വാളിറ്റി, സ്ട്രാപ്പ്, സ്ക്രീന്, ഈ 3 കാര്യത്തിലും നിങ്ങൾ ഈ പ്രൈസ് നോക്കുവാണെങ്കിൽ നല്ലതാണ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾ ചെയ്തോളൂ എന്ന് എനിക്കറിയാം. ഇല്ലെങ്കിലും താഴെ ഇപ്പോഴും ചുമപ്പ സബ്സ്ക്രൈബ് ബട്ടനാണ് കാണുന്നതെങ്കിൽ അതുമ്മേ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ട് സൈഡിലൊരു മണി കാണുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും, അറിയാമല്ലോ. അപ്പോൾ നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.